എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. SCRT പാഠപുസ്തകങ്ങളിലെ അടിസ്ഥാന ശാസ്ത്രം വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. അതുപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അതുപോലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കാസർഗോഡ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അടുത്തത് ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെയുള്ള കുറച്ച് ടേമുകളുണ്ട്. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ, പിസികൾച്ചർ മത്സ്യം വളർത്തൽ. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ, എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ, പിസികൾച്ചർ മത്സ്യം വളർത്തൽ. നെല്ലിക്കയിലെ ആസിഡ് ഏത്? അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. അതുപോലെ മോര്, തൈര് എന്നിവയിലെ ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിലെ ആസിഡ് ഏതാണ്? വിനാഗിരിയിലെ ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. അതുപോലെ നാരങ്ങയിലെ ആസിഡ് ഏതാണ്? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. നാരങ്ങയിലെ ആസിഡാണ് സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. ആപ്പിളിലെ ആസിഡാണ് മാലിക് ആസിഡ്. അതുപോലെ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിലെ ആസിഡാണ് അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. അതുപോലെ തക്കാളിയിലെ ആസിഡാണ് ഓക്സാലിക് ആസിഡ്. തൈരിലെ ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ് ആണ് തൈരിലെ ബാക്ടീരിയ. പാലിനെ തൈരാക്കി മാറ്റാൻ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളതും ഫോർമിക് ആസിഡാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡാണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളതും ഫോർമിക് ആസിഡാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന
പേരുള്ള മൂലകം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതുപോലെ റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. മോട്ടോർ വാഹനങ്ങളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. മോട്ടോർ വാഹനങ്ങളിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ ഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഹൈഡ്രജൻ ബസ് ഇറക്കിയിരുന്നു. 2023 സെപ്റ്റംബറിൽ ഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഹൈഡ്രജൻ ബസ് ഇറക്കിയിരുന്നു. ഭാവിയുടെ ഇന്ധനമെന്നും ഹൈഡ്രജൻ അറിയപ്പെടുന്നു. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.